എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഓണമെല്ലാം ഭംഗിയായി എല്ലാവരും ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ അല്പം താമസിച്ചത്. ഇന്ന് ഞാൻ കുറച്ച് മഹത് വ്യക്തികളുടെ കുറച്ച് മഹത് വചനങ്ങൾ പറഞ്ഞാലോ എന്നാണ് വിചാരിക്കുന്നത്. നമുക്കെന്നാൽ അത് കേട്ട് നോക്കാം. നിങ്ങളിത് നിങ്ങളുടെ കുട്ടികൾക്ക്, കുട്ടികൾക്കിത് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ ഇത് കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കിത് പ്രയോജനം ലഭിക്കുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ നമുക്ക് കേട്ടു കൊടുക്കാം. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മദർ തെരേസ, ഡോക്ടർ APJ അബ്ദുൽ കലാം, ശ്രീബുദ്ധൻ, മഹാത്മാഗാന്ധിജി ഇവരുടെയൊക്കെയാണ് ഈ മഹത് വചനങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് APJ അബ്ദുൽ കലാമിൻ്റെ കേൾക്കാം. അങ്ങനെ ബാക്കി മറ്റുള്ളവരുടെ എല്ലാം ഉണ്ട്. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയമല്ല. കാരണം വിജയകരമായ കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്. അതുപോലെ സന്തോഷത്തിൻ്റെ ഒരു വാതിൽ അറിയുമ്പോൾ എപ്പോഴും മറ്റൊന്ന് തുറന്നിരിക്കും. അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ട് തുറന്ന വാതിൽ നമ്മൾ കാണാത്തതാണ്. വീണ്ടും വരണം. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നതല്ല, മറിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കരുത്താർജിക്കലാണ്. വേറൊരു മഹത്വം, ഒരാളെയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും നമുക്ക് ജീവിതത്തിൽ അവസരം ലഭിച്ചു എന്ന് വരില്ല. വേറൊരു മഹത്വം, നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള അല്ലെങ്കിൽ മോശമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും, അല്ലേ? പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ അമ്മയാണ്. ആ അമ്മയോട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കരുത്. നമ്മളെ സംസാരം പഠിപ്പിക്കാൻ ശ്രമിച്ച അമ്മയോട്. സംസാരിച്ചതിന് ശേഷം ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം സംസാരിക്കുക. അടുത്ത ഒരു മഹത്വം, ചിലർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു അനുഗ്രഹമായിരിക്കും, എന്നാൽ ചിലരെത്തുന്നതോ ഒരു പാഠമായിട്ടായിരിക്കും. നമുക്ക് അവരിൽ നിന്നൊരു പാഠം പഠിക്കാൻ കഴിയും. വേറൊരു മഹത്വചനമാണ്, നിങ്ങളുടെ കണ്ണുകൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ലോകത്തെ സ്നേഹിക്കും. നിങ്ങളുടെ നാക്ക് പോസിറ്റീവ് ആണെങ്കിലോ ലോകം നിങ്ങളെ സ്നേഹിക്കും. മറ്റൊരു മഹത്വചനം, നമ്മുടെ കുറ്റങ്ങളെ ആത്മാർത്ഥതയോടെ ചൂണ്ടിക്കാണിക്കുന്നവർ ആരാണോ അവരാണ് വിശ്വസർ. അല്ലാതെ നമ്മളെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, നമ്മളോട് സ്നേഹമുള്ളവരാകുമ്പോൾ നമ്മളെ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും. മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു മഹത്വം, വിജയം എന്നത് ഒരു വാഹനം പോലെയാണ്. അത് മുന്നോട്ട് പോകുന്നത് കഠിനാധ്വാനം എന്ന ചക്രത്തിലാണ്. പക്ഷേ ആത്മവിശ്വാസം എന്ന ഇന്ധനമില്ലെങ്കിൽ അതിൻ്റെ യാത്രകൾ അസാധ്യമാണെന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജോഡികളാണ് ചിരിയും കരച്ചിലും. അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുകയില്ല. അഥവാ കണ്ടുമുട്ടിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം. ചിരി വന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് കരച്ചിൽ വന്നാൽ ചിരി മാറിപ്പോകും. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരി വന്നാൽ കരച്ചിൽ മാറിപ്പോകും. അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്നാണ്. അടുത്തത്, ഏറ്റവും വില കൂടിയ സമ്പത്ത് ജ്ഞാനമാണ്. ഏറ്റവും ശക്തമായ ആയുധം ക്ഷമയുമാണ്. ഏറ്റവും നല്ല സുരക്ഷ വിശ്വാസമാണ്. ഏറ്റവും ഫലപ്രദമായ ടോണിക് ഇതില്ല. പക്ഷേ അതിശയമെന്ന് പറയട്ടെ, എല്ലാം സൗജന്യമാണ്, അല്ലേ? നമുക്കിതെല്ലാം സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. ക്ഷമയും വിശ്വാസവും എല്ലാം നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്, ജ്ഞാനമൊക്കെ. മറ്റൊരെണ്ണം നോക്കാം, സൗന്ദര്യത്തെ ഒരിക്കലും സ്നേഹിക്കരുത്. അത് നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ വേണം നമ്മളെ സ്നേഹിക്കാൻ. സൗന്ദര്യത്തെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. സൗന്ദര്യത്തെ കൊണ്ട് സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. മറ്റൊരു മഹത്വം, അമിതമായി ചിന്തിക്കുന്നത് നിർത്തുക. എല്ലാത്തിനും ഉത്തരങ്ങൾ ഇല്ല എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾ നോക്കിക്കൊള്ളൂ. അത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിന് ഉത്തരവൊന്നും കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്കത് ലഭിച്ചെന്ന് വരാം. മറ്റൊരു മഹത്വം, ഒരിക്കൽ ബീർബലിന് ചുവരിൽ എഴുതിയ വാക്കുകളില്ല, ഈ സമയവും കടന്നു പോകും എന്ന്. എന്നാൽ ഈ വാക്കുകൾ സന്തോഷമുള്ളപ്പോൾ വായിച്ചാലോ സന്തോഷം വരും.
ദുഃഖമുള്ളപ്പോൾ വായിച്ചാൽ സന്തോഷവും വരും. കാരണം നമ്മൾ ദുഃഖമുള്ളപ്പോൾ അത് വായിച്ചാൽ നിങ്ങളുടെ ഈ സമയവും കടന്നു പോകുന്നല്ലേ. അപ്പം അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദുഃഖമൊക്കെ മാറും, നിങ്ങൾക്ക് സന്തോഷം വരും എന്നുള്ള സൂചനയാണ്. ഈ സമയവും കടന്നു പോകും. മറ്റേതോ അമിതമായി നമ്മൾ സന്തോഷിക്കുകയാണെങ്കിലോ അതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ അമിതമായിട്ട് സന്തോഷിക്കേണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പുമാണ്. അതുപോലെ മറ്റൊരെണ്ണം, നാളെ എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യം. ഇന്നലെ എന്നതോ നിങ്ങളുടെ അനുഭവങ്ങളാണ്, അത് കഴിഞ്ഞു പോയതാണ്. എന്നത് ഇന്ന് എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ഇന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പോവുക, ഇന്ന് നമ്മൾ അത് തീരുമാനിക്കാൻ പോവുക. അതുകൊണ്ട് തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്ഥാനമുണ്ട്. കഴിഞ്ഞതോർത്ത് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം സംഭവിക്കുന്നതാകുമ്പോൾ നമുക്കതിനനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ അതിന് വളരെയധികം സ്ഥാനമുണ്ട്. അബദ്ധങ്ങളൊന്നും പറ്റാതെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് കാണിക്കുന്നത്. അടുത്തത്, അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് എന്നും വേദന മാത്രമേ സമ്മാനിക്കൂ. നമുക്ക് അർഹതയില്ലാത്തതാണ്, നമ്മൾ അതിനെ ഒരുപാട് മതിമറന്ന് സ്നേഹിച്ചാൽ അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ ദുഃഖിക്കും. അതുകൊണ്ടാണ് എല്ലാത്തിനെയും മിതമായേ സ്നേഹിക്കാവുള്ളൂ. എല്ലാവരോടും നമുക്ക് ആ അടുപ്പം ഉണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ ഒരുപാട് സ്നേഹിക്കും, വളർത്തും. പക്ഷേ ചില സമയത്ത് അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു നിൽക്കും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കണം. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോട്ടെ, സാരമില്ല. പക്ഷേ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ? സഹായിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കാൻ ശ്രമിച്ചാലാണ് കൂടുതൽ ദോഷം. സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, അതല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇത്രയും മഹത്വചനങ്ങളാണ് ഞാൻ നിങ്ങളോടിന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.